ഭർത്താവിനെ കൊന്ന കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു ഭാര്യ. ആ വീട്ടമ്മയെ പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് വെടിവെച്ചു കൊന്നുവെന്ന വാർത്ത ഇന്ന് പുറത്തെത്തി. ബൈക്കിലെത്തിയ സംഘമാണ് ഈ കൃത്യം നടത്തിയത്. അക്രമികളെ തിരിച്ചറിഞ്ഞ പോലീസ് അറസ്റ്റിനുള്ള ശ്രമം തുടരുകയാണ്. ഭർത്താവിനെ കൊന്ന കേസിലും മുഖ്യപ്രതി 2 വർഷമായി ഒളിവിലായിരുന്നു. ആരുടെ ആസൂത്രണമാണ്, എന്തിനാണ് ഇങ്ങനൊരു കൊലപാതകം നടത്തിയത് എന്നതൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. രാജ്യ തലസ്ഥാനത്ത് നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെ ഷാലിമാർ ബാഗിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. കൊല്ലപ്പെടുന്നത് 44-കാരിയായ ഷാലിമാർ ബാഗ് സ്വദേശിയും റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റും ആം ആദ്മി പാർട്ടി നേതാവുമായിട്ടുള്ള രചന യാദവാണ്. ബൈക്കിലെത്തിയ 2 പേർ തൻ്റെ അയൽവാസിയെ കണ്ട് മടങ്ങുകയായിരുന്ന രചനയുടെ മുന്നിൽ ബൈക്ക് നിർത്തി രചനയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം പോയിന്റ് ബ്ലാങ്കിൽ തലയിൽ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് ആ 2 പേരും ബൈക്കിൽ അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രചന യാദവിനെയാണ്. CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. അതിൽ ഈ അക്രമികൾ നേരത്തെ തന്നെ ആ പരിസരത്ത് വരുന്നതായി മനസ്സിലാക്കി. അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. നിലവിൽ ഈ കൊലപാതകളെ തിരിച്ചറിഞ്ഞു അവരെ പിടികൂടാൻ വേണ്ടി 4 സംഘങ്ങളായി പോലീസ് തിരിഞ്ഞ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രചന യാദവ് 2023 അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയായിരുന്നു. ആ ഭർത്താവിൻ്റെ കൊലപാതകത്തിൻ്റെ ഏക ദൃക്സാക്ഷി കൂടിയാണ് രചന യാദവ്. അത് ഒരു മുൻവൈരാഗ്യത്തെ തുടർന്ന് ഭാരത് യാദവ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ മറ്റ് 5 പേർ ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു. അതിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഭാരത് യാദവ് ഇപ്പോഴും ഒളിവിലാണ്. ബാക്കി 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ തിഹാർ ജയിലിൽ തന്നെ തുടരുകയാണ്. ഈ കേസിൻ്റെ ഫലം കുറയ്ക്കാൻ വേണ്ടി, അതിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പഴുതുണ്ടാക്കുക, അതിനാകെ കൂടെ ബാക്കിയായിട്ടുള്ള പ്രൈം വിറ്റ്നസിനെ, ദൃക്സാക്ഷിയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കൃത്യം, ഈ കൊലപാതകം എന്നുള്ള കാര്യമാണ് ഈ പോലീസ് ഇപ്പോൾ കരുതുന്നതും. മാത്രമല്ല ഭാരത് യാദവ് തന്നെയാണ്, അതായത് ഭർത്താവിനെ കൊന്ന വിജേന്ദർ യാദവ് എന്ന് പറയുന്ന ഭർത്താവിനെ കൊന്ന ഭാരത് യാദവ് തന്നെയാണ് ഭാര്യയായിട്ടുള്ള രചന യാദവിനെയും കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതുമായി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഭർത്താവിനെ കൊന്ന കേസിൽ പോലും ഭാരത് യാദവ് ഒളിവിലാണ്. അയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. 2 പെൺമക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. അവരും ആരോപിക്കുന്നുണ്ട് ഭാരത് യാദവ് ജയിലിനകത്തുള്ള മറ്റ് 5 പേരുടെ സഹായത്തോടു കൂടി ഈ തിഹാർ ജയിലിനകത്തും പല ഗുണ്ടാസംഘങ്ങളും പല തരത്തിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അതിലൂടെ പുറത്ത് പല കൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ലോ എൻഫോഴ്സ്മെന്റിന്റെ അടക്കം കാര്യങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് കാണുന്നതാണ്. അത്തരത്തിൽ ചില പ്ലാനുകളിലൂടെ, കൃത്യമായിട്ടുള്ള പ്ലാനുകളിലൂടെയാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള കാര്യം മക്കളും ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണം ഇപ്പോൾ മക്കൾ ശക്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ, ഈ പ്രധാനമായിട്ടും വെടിയുതിർത്ത അക്രമികളെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള, കൊലപാതകം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് ഡൽഹി പോലീസ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.